ചെറിയൊരു ടാസ്ക് ആണ്. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും നിങ്ങളുടെ തന്നെ ഫേസ് കാണാൻ പറ്റുന്ന, എല്ലാ ഫ്രണ്ട്സിന്റെയും ഫേസ് കാണാൻ പറ്റുന്ന പ്ലക്കാർഡ്സ് നമ്മൾ തന്നിട്ടുണ്ട്. ഒന്ന് കാണിക്കോ? എന്താ പിള്ളേറ്റ ആരാടാ പടക്കം പൊട്ടിച്ച? അയ്യോ ചന്തി, 1 2 3 4 5 വർഷം കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ചിത്രകഥ വരുമ്പോലെ എല്ലാ വെള്ളിയാഴ്ചയും വരുന്നത് ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത് ഒരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾക്കും. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഒരു കൊല്ലം ചെയ്യുന്ന മൊത്തം പടത്തിന്റെ പൈസയാണ് ഒറ്റ പടത്തിന് വാങ്ങിച്ചോണ്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ ദരിദ്രവാസി ആരാന്നും കൂടെ ചോദിക്കരുത്. നമ്മളിപ്പോ ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ട് ചവാട്ടിക്കല്ലേട്ടാ, അക്ബർക്കാണ്. സവാദിക്ക എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്നാണ്. അതെന്തെങ്കിലും ചാടി ചത്തട്ടേ ഉള്ളൂ കാര്യം. പുലിയാണ് ഞാൻ, പുലി. ജന്മം ചെയ്ത് എടുക്കൂല. ഇനി അടുത്ത ചോദ്യം ട്ടോ. ഈ കൂട്ടത്തില് യൂട്യൂബ് ചാനൽ സ്വന്തമായി ഇല്ലാത്ത എന്തോ എങ്ങനെ ദിലീപേട്ടൻ. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല? യൂട്യൂബ് ചാനൽ എനിക്ക് നമുക്ക് ആർക്കുമില്ല. എനിക്കുണ്ട്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന സ്വന്തം യൂട്യൂബ് ചാനലിൽ എന്ത് പേരിടും? ഞാൻ എത്ര തെറ്റായിട്ടുള്ള ചോദ്യം ചോദിച്ചാ? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. സുരാജേട്ടനാണെങ്കിലോ? ഞാൻ പറയട്ടെ, കൂട് മൂടോ? നല്ല മൂട്, നല്ല വ്യൂവർഷിപ്പ് വരും. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല. ആ ചാനൽ കാണുമ്പോഴേ ഭയങ്കര മൂടാന്ന് പറയും. ഇനി ദിലീപേട്ടന്റെ യൂട്യൂബ് ചാനൽ. ഞാൻ കാരണം ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ എന്ത്? ഞാൻ വെറുതെ അപ്പൊ അതിന്റെ ഒരു വിഹിതം എനിക്ക് പണിയെടുക്കാതെ ജീവിക്കുന്ന ഒരു ഒറ്റയാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടുള്ളൂ. എന്തൊക്കെയാണ് സുരാജ് വെഞ്ഞാറമ്മൂട് സ്വന്തമായിട്ട് പുകഴ്ത്തുന്ന ഡിഷസ്? കൈപ്പുണ്യം, വട, പത്തിരി, ഉണ്ടമ്പര്, സവാളയുടെ സുഖയിൽ മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല. മട്ടനാണ് എനിക്ക്. മട്ടനാണ്. ഓക്കെ. ചിക്കൻ, മീന് എല്ലാം ഉണ്ടാക്കും. കഴിക്കുന്നതാണോ ഉണ്ടാക്കുന്നതാണോ? ഇന്നലെ അത് മട്ടനുണ്ടാക്കാൻ പോയതാ. ശരി, അടുത്ത ചോദ്യേ. ഇതിൽ ആരും അങ്ങോട്ട് നോക്കരുത്, മറ്റുള്ളവരുടെ ഉത്തരം നോക്കരുത്, നിങ്ങൾ തമ്മിൽ തല്ല് പിടിക്കരുത്. ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആയ ആൾ? ആര് റൊമാൻറ്റിക് വരണ്ടടാ? കുറച്ച് ഇമോഷണൽ ആണല്ലോ. അതല്ലേടോ നമ്മുടെ അടവ് നയം. ദിലീപേട്ടനും നവ്യ ചേച്ചിയും ധ്യാനെന്ന് പറയാൻ കാരണം എന്താ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആളറിയാതെ, ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് കണ്ടോളൂ. സെറ്റിൽ ഏറ്റവും അധികം ലേറ്റ് ആയി വരുന്ന ആൾ? ദിലീപേട്ടനായിരുന്നു. ശരിയാ, ഞാൻ രാവിലെ വന്നിവിടെ ഇരിക്കും. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഞാൻ എപ്പോഴും ലേറ്റ് ആയിട്ട് വന്നേ. ഇന്നപ്പോഴാണ് ആദ്യം വന്നത്. കിട്ടിയല്ലോ, സമാധാനമായല്ലോ. രാവിലെ 9 മണിക്ക് പറഞ്ഞ 12:30 കയറി വന്നത്. ഇപ്പൊ ഇവിടെ ഷൂട്ടിങ്ങിന് ലേറ്റ് വന്നാറി. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ഇല്ലാത്തോണ്ട് ഷൂട്ടിംഗ് ഉണ്ടെന്ന് ധരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ലേറ്റ് ആയിട്ട് വരുന്നത്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും. ഐ മീൻ ലോക പരാജയം. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.